യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ദൈവത്തിന് അബ്രഹാമിനോടുണ്ടായിരുന്ന ആ ഉടമ്പടി, വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടി, ആ ഉടമ്പടി ബന്ധത്തിൽ അതേ ഇസ്രായേലിലുള്ള ഓരോ ആൺകുട്ടികളും അവർ തങ്ങളുടെ പിതാവായ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ അടയാളം വഹിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം വ്യക്തമായി നിഷ്കർഷിക്കുകയുണ്ടായി. അത് കേവലം അബ്രഹാമിൻ്റെ ആ തലമുറയിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല, പിന്നീട് അബ്രഹാമിൽ നിന്നും ജനിക്കുവാനിരിക്കുന്നതായ സകല ആളുകളിലേക്കും ആ ഒരു അടയാളം ദൈവം കൽപ്പിച്ചാക്കി. അതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അതേ എല്ലാ ആൺകുട്ടികളും അവരുടെ ജനനശേഷം 8-ാമത്തെ ദിവസം പരിച്ഛേദന ആചരിക്കണമെന്ന് ദൈവം പറയുകയുണ്ടായി. ആ ഒരു അടയാളം അവർ എപ്പോഴും അവരുടെ ശരീരത്തിൽ വഹിക്കുന്നു. അതിൻ്റെ ആത്മീയ അർത്ഥമെന്ന് പറയുന്നത് അവർ ഈ ഉടമ്പടിയിലേക്കാണ് ജനിക്കുന്നത് എന്നാണ്. ഇതേപോലെ തന്നെ നമുക്ക് ആത്മീയമായ ഒരു പരിച്ഛേദനയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അതായത് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ഏതൊരു വ്യക്തിക്കും ഈ ആത്മീയ പരിച്ഛേദന ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് അബ്രഹാമിനോടുള്ള ആ ഉടമ്പടിയിൽ അതിൻ്റെ അടയാളം അതേ ശാരീരികമായ പരിച്ഛേദനയായിരുന്നെങ്കിൽ, അഗ്രചർമ്മമായിരുന്നെങ്കിൽ, ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പുതിയ നിയമത്തിൽ ജനിക്കുന്നതായ ഏതൊരു വ്യക്തിയും അവൻ പരിച്ഛേദന, അതായത് അവൻ ആത്മീയമായ പരിച്ഛേദന ആചരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ദൈവത്തിന് അബ്രഹാമുമായിട്ടുള്ള ആ ഉടമ്പടിയിൽ അതേ ശാരീരികമായിട്ടുള്ള പരിച്ഛേദനയും അതിൻ്റെ ശാരീരികമായിട്ടുള്ള അടയാളവുമാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവം നൽകുന്നതായ പുതിയ നിയമ ഉടമ്പടിയിൽ അത് ആത്മീയമായിട്ടുള്ള അടയാളവും അതേ ആത്മീയമായിട്ടുള്ള പരിച്ഛേദനയുമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ വാസ്തവമായിട്ടും ഈ ആത്മീയമായ പരിച്ഛേദന ഏറ്റവരാണോ എന്നുള്ളത്. ഇന്ന് ഞാൻ അത് സംബന്ധിച്ച കുറെ കൂടെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളായിരുന്നു വായിച്ചത്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും നമുക്ക് ലഭിച്ചു. അതായത് ശാരീരിക പരിച്ഛേദന, അതേ അബ്രഹാം മൂലം ദൈവം ഉളവാക്കിയതായ ആ പരിച്ഛേദന എന്ന അടയാളം അത് കൈകൊണ്ടുള്ളതായ പരിച്ഛേദനയായിരുന്നെങ്കിൽ, ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും, അതായത് കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് ചെയ്തതായ ആ ഉടമ്പടിയുടെ അടയാളമായി അതേ ആത്മീയമായ പരിച്ഛേദന ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. അതിനർത്ഥം ഇത് തികച്ചും ആത്മീയമായ പരിച്ഛേദനയാണ്. അത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാണ്. ആ പരിച്ഛേദനയാൽ നമ്മുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഇനി നമുക്കാർക്കും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിന് അവസരം കൊടുക്കാതെ അപ്പോസ്തലനായ പൗലോസ് തന്നെ അത് എപ്രകാരമാണ് നമുക്ക് ലഭിച്ചതെന്ന് താൻ 12-ാം വാക്യത്തിൽ പറയുന്നു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുന്നു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നും നമ്മുടെ ആത്മീയ പരിച്ഛേദന അത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. ഞാൻ ഈ സ്നാനം എന്നുള്ളതായ വിഷയം പറയുമ്പോൾ ഒരുപക്ഷെ പലർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പ്രത്യേകിച്ച് അബ്രഹാമിനോട് ദൈവം അടയാളമായി ഇടണം എന്ന് പറഞ്ഞതായ ആ ശാരീരിക പരിച്ഛേദനയെ പിൻപറ്റി ഇതേപോലെ തന്നെ 8-ാം ദിവസം കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകണം എന്നുള്ള പഠിപ്പിക്കലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്? നമ്മളുടെ സ്നാനം, അതായത് കർത്താവ് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനപ്പെടുന്നതെന്ന് റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ സ്നാനം എന്തിനാണ്? അത് ഒരിക്കലും അബ്രഹാമിന് ദൈവം കൊടുത്തതായ ആ ഉടമ്പടിയുടെ അടയാളമായി ചെയ്തതായ പരിച്ഛേദനയുടെ ഒരു ആത്മീകമായിട്ടുള്ള വശമല്ല ഈ സ്നാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാമെങ്കിലും സ്നാനത്തിന്റെ ഉദ്ദേശം അത് മറ്റൊന്നാണ്.
അതായത് അബ്രഹാമിന് ദൈവം കൊടുത്ത ആ ഉടമ്പടിയുടെ അടയാളം, ആ പരിച്ഛേദന പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കുന്നതിലൂടെ നമ്മുടെ പഴയ ജഡശരീരത്തെ ഉരിഞ്ഞു കളയുന്നു. അതെ, ഈ പരിച്ഛേദനയിലും അതുതന്നെയല്ലേ സംഭവിക്കുന്നത്? അതേ, ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റി എറിഞ്ഞു കളയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സെപ്പറേഷനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീയമായ പരിച്ഛേദന എന്നുള്ളത് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് എപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൽ നിർവഹിച്ചതായ ആ പ്രവൃത്തിയുടെ അടയാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അത് ആത്മീയമായ ഒരു അടയാളമായി നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നതായ സ്നാനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സ്നാനം കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് നാം സ്നാനമേറ്റിരിക്കുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതകത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ഈ കൊലോസ്യ ലേഖനം നമ്മൾ വായിച്ചതായ കൊലോസ്യ ലേഖനം 2:12 നമ്മളിങ്ങനെ വായിച്ചല്ലോ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു നിൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തു നിൽക്കുകയും ചെയ്തു. ഇതാണ് ആത്മീയമായ പരിച്ഛേദന എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണം, അതിൽ കൂടെയാണ് ഇന്ന് നമുക്ക് ആത്മീയമായ പരിച്ഛേദന ലഭിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, അതാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അല്പമായി പറഞ്ഞിരുന്നു. ശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, അതേ, നമ്മളുടെ പഴയ സ്വയത്തെ നമ്മൾ കളഞ്ഞതിനാൽ, ആ സ്വയത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ജഡം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. മറ്റു വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിൽ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് നമ്മൾ ഒരു പുതിയ ശരീരത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം അബ്രഹാമിന് കൊടുത്തതായ ആ ഉടമ്പടി എത്രത്തോളം ഇസ്രയേലിന് ഒരു അനുഗ്രഹ വിഷയമായിരിക്കുന്നുവോ, അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് നൽകിയിരിക്കുന്നതായ പുതിയ നിയമം നമുക്ക് അതിനേക്കാളും അധികം വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്നു. അന്ന് ആ ശിശുക്കൾ ജനിച്ചത് ഉടമ്പടിയിലേക്കാണ് ജനിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ജനിക്കേണ്ടത് അതേ ആ പുതിയ നിയമ ഉടമ്പടിയിലേക്ക്, കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്കാണ് നമ്മൾ ജനിക്കേണ്ടത്. ആ ജനനം എന്ത് ജനനമാണ് എന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത്. അതൊരിക്കലും ശാരീരികമായ ഒരു ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല ഈ ആത്മീയമായ പരിച്ഛേദന, മറിച്ച് അത് ആത്മീയമായ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ പുതിയ നിയമത്തിലെ ആത്മീയ പരിച്ഛേദന എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയമായി ജനിക്കുന്നവരായ ആളുകൾ ഇങ്ങനെയാണ് ജനിക്കേണ്ടത്. എങ്ങനെ ജനിക്കണം? ദൈവമക്കൾ എന്നുള്ള ആ ഒരു നിലയിലേക്കുള്ള ജനനമാണ് അവർ പ്രാപിക്കേണ്ടത്. ആ ജനനം എങ്ങനെ ലഭിക്കുന്നു? അവനെ കൈക്കൊള്ളുക വഴി, അവനെ സ്വീകരിക്കുക വഴി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളത് വളരെ ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിങ്കിൽ ഈ വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ ഒരു വളരെ വ്യക്തമായൊരു നിർവചനം പറയുകയുണ്ടായി. വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരാൾ മാത്രമേ അവർ വിശ്വസിക്കുന്നവരെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ വചനത്തെ അനുസരിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു പ്രായം കടന്നു വരുമ്പോൾ, ഒരു അവസരം കടന്നു വരുമ്പോൾ, ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ ആ വ്യക്തി ദൈവ പൈതലായി തീരുമെന്നാണ് ഇവിടെ വിശുദ്ധ വേദോസം പറയുന്നത്. അങ്ങനെ ദൈവ പൈതലായി തീരുന്നതായ വ്യക്തി അവൻ എവിടേക്കാണ് ജനിക്കുന്നത്? അവൻ ദൈവഭവനത്തിലേക്ക് ജനിക്കുന്നു. അവൻ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് ജനിക്കുന്നു.
അതേ അബ്രഹാമിന്റെ സന്തതികൾ ആ ദൈവം ചെയ്തതായ ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ജനിക്കുന്നു, അതിൻ്റെ ഒരു അടയാളം അവർ ശരീരത്തിൽ വഹിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി തീരുന്നു. എങ്ങനെ? നാം ദൈവഭവനത്തിൽ ജനിക്കുമ്പോൾ. ആ ജനനത്തെക്കുറിച്ചാണ് മറ്റു ചില കാര്യങ്ങൾ ഈ വേദഭാഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. 13-ാം വാക്യത്തിൽ അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ജനനം, കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവർ രക്തത്തിൽ നിന്നല്ല. യേശുക്രിസ്തുവിന്റെ ജനനവും രക്തത്തിൽ നിന്നല്ലല്ലോ. യേശുക്രിസ്തുവിന്റെ ജനനം അതേ കന്യകയായ ആ മറിയം, ആ മറിയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി തീർന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉള്ളിൽ ജനിക്കുമെന്നുള്ളതായിരുന്നല്ലോ ആ ദൂതൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു രക്തബന്ധം ആ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ജഡത്തിന്റെ ഇഷ്ടമല്ല, ഒരിക്കലും യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം ഉണ്ടായതല്ല അവൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അല്ല, മറിയയുടെ ഇഷ്ടത്താൽ ഉണ്ടായ ഒരു ശിശുവല്ല യേശുക്രിസ്തു. എന്നിട്ട് ഇവിടെ പറയുന്നു, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതായത് നമ്മൾ ഓരോരുത്തരും ദൈവഭവനത്തിലാകുന്നതിന്റെ കാരണം ഒരു വ്യക്തിയുടെ ഇഷ്ടമല്ല, പുരുഷന്റെ ഇഷ്ടമല്ല, സ്ത്രീയുടെ ഇഷ്ടമല്ല, അതേപോലെ തന്നെ ഒരു രക്തത്തിന്റെ ബന്ധത്താലുമല്ല ഒരു വ്യക്തി ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. മറിച്ച് അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് നമ്മൾ ഓരോരുത്തരും ദൈവഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്നവരായ ആളുകൾ എന്തു ചെയ്യുന്നു? അവർ വിശ്വസിച്ച് അതേ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയിൽ അവർ ഏകീഭവിക്കുന്നവരാണ് സ്നാനം ഏൽക്കുന്നത്. ആ സ്നാനം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ പഴയ ശരീരത്തെ ഉരിഞ്ഞു കളയുന്നതിനെ കാണിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നതായ യേശുക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ വാസ്തവമായിട്ടും ഇപ്രകാരമുള്ള ആ പഴയ ശരീരത്തെ, ജഡത്തെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞതായ ജീവിത അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കേവലം ഉരിഞ്ഞു കളക മാത്രമല്ല, ആ പഴയ മനുഷ്യൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കരുത്. ആ പഴയ മനുഷ്യനെ നിങ്ങൾ എറിഞ്ഞു കളയണം, നിങ്ങൾ ഉരിഞ്ഞു കളയണമെന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഇനി മേലാൽ ആ പഴയ ജഡത്തെ നിങ്ങൾ ധരിക്കരുത്, മറിച്ച് നിങ്ങൾ ഇനിയും മുതൽ പുതിയ ശരീരത്തോടുകൂടെ അതേ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആ പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ നടക്കണമെന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതുതന്നെയാണ് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിപ്പീൻ. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. റിന്യൂ യുവർ സ്പിരിറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നിങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞ് ക്രിസ്തുവിന്റെ പരിച്ഛേദന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആത്മീയമായി ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നീ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.